എക്സർസൈസ് 11.1 10 ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഇതിൽ 10ാമത്തെയും 11ാമത്തെയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2, 3 ആൻഡ് -1, 1 and whose center is on the line x minus 3 y minus 11 equal to 0. അപ്പോ ഇത് ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ സെന്റർ നമ്മൾ എച്ച് കെ എന്നിങ്ങനെ എടുക്കുന്നു എന്ന് കരുതുക. ഇതൊരു പോയിന്റ് ആയിട്ട് കരുതുക. അപ്പൊ ഇവിടെ -1, 1 ഇത് മറ്റൊരു പോയിന്റ്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് 2, 3. ഇനി ഒരു ലൈന് ഈ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 3y മൈനസ് 11 ഈക്വൽ ടു 0 ഓഫ് ദ സർക്കിൾ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. നമുക്കറിയാം ഇതില് എക്സിനും കണ്ടെത്തേണ്ടത് എച്ചിന്റെയും കെയുടെയും വിലകളാണ്. അപ്പൊ ഇതിൽ നമുക്ക് എക്സിനും വൈക്കും പകരം നമുക്ക് ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സിനും വൈക്കും പകരം നമുക്ക് 2, 3 എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് 0.23 ആണ്. എന്നിട്ട് നമ്മളത് എക്സിന് പകരം 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് പകരം 3 മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതുന്നു. ഇതിനെ ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കാം. ഇതുപോലെ ഇനി മറ്റൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ സർക്കിളിലെ -1, 1 അതിനെയും എടുക്കുക. അപ്പോ -1 മൈനസ് ഇവിടെ എഴുതുക പോയിന്റ് -1, 1. അപ്പോ -1 മൈനസ് എച്ച് സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ 1ഉം 2ഉം ശ്രദ്ധിച്ചു നോക്കൂ. രണ്ടും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? ആർ സ്ക്വയർ ആണ് ഇവിടെയും ആർ സ്ക്വയർ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതെഴുതാം. -1 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതണം. അത് ഓർത്തിരിക്കുക. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ നമ്മൾ പഠിച്ചത്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ മറക്കരുത്. ഇതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതേപോലെ നമ്മള് 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? 2 സ്ക്വയർ 4 അല്ലേ? 2 × 2. ഇനി 2 ab പകരം 2 ഇൻറ്റു എ ബി. ഇനി 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു മൈനസ് എച്ച് മൈനസ് 4h. ഇനി മൈനസ് എച്ച് ഇൻറ്റു മൈനസ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് അതുപോലെ ഇതും 3 ഇൻറ്റു 3 9. ഇനി 2ab പകരം 2 ഇൻറ്റു 3 ഇൻറ്റു മൈനസ് കെ. 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു മൈനസ് കെ മൈനസ് 6k പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു ഇത് എഴുതാം. -1ന്റെ സ്ക്വയർ 1.
2 ഇൻറ്റു -1 -2 -2 ഇൻറ്റു -h പ്ലസ് h അല്ലെ, പ്ലസ് 2h. ഇനി -h ഇൻറ്റു -h പ്ലസ് h സ്ക്വയർ. ഇനി ഇത് 1 ഇൻറ്റു 1 1 സ്ക്വയർ എന്ന് പറഞ്ഞാല് 1. 2 ഇൻറ്റു 1 2. 2 ഇൻറ്റു -k -2k പ്ലസ് k സ്ക്വയർ. ഇനി ഇതില് ഇവിടെ h സ്ക്വയർ ഉണ്ട്, ഇവിടെയും h സ്ക്വയർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ h സ്ക്വയറുകളെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ k സ്ക്വയർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും k സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ രണ്ടാളെയും നമ്മൾ വെട്ടിക്കളഞ്ഞ ബാക്കി നമുക്ക് എന്തുണ്ട്, ഇവിടെ 4 -4h പ്ലസ് 9 -6k ഈക്വൽ ടു ഇവിടെ 1 പ്ലസ് 2h പ്ലസ് h സ്ക്വയർ ക്യാൻസലായി, പിന്നെ 1 -2k ഉണ്ട്. അടുത്ത സ്റ്റെപ്പില് ഈ 9ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്ര, 13 അല്ലേ. 13 4h -6k ഈക്വൽ ടു 1ഉം 1ഉം കൂട്ടിയ 2 പ്ലസ് 2h -2k. ഇനി 13നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്താ വരിക, 13 ഈ ഒരു കാര്യം ചെയ്യാം, 13ന്റെ അടുത്തേക്ക് 2നെ കൊണ്ടുവരാം. അപ്പൊ -2 ആയില്ലേ, 11 വന്നു ഇവിടെ. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ട്, 2h -2k. ഈ 4hന് -4h ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 4h ആയി. പിന്നെ -6k ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 6kയുമായി. അപ്പൊ ഇവിടെ എന്താണ്, 11 സമം പ്ലസ് 4hഉം പ്ലസ് 2hഉം 6h ആയി. പ്ലസ് 6k -2k, 6ന്ന് 2 കുറക്കുക, അപ്പോ -4k. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അതായത് 6h -4k ഈക്വൽ ടു 11. ഇക്വേഷൻ നമ്പർ 3 ആക്കി ഇതിനെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഓഫ് ദ ലൈൻ തന്നിട്ടുണ്ട് അല്ലെ, x -3y -11 ഈക്വൽ ടു 0. ഇത് ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് ഈ സെന്റർ അല്ലെ, HK എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സിനും വൈക്കും പകരം എച്ചിനെയും കെനെയും ഇട്ട് കൊടുക്കാം. കാണേണ്ടത് എന്താണ്, എച്ച് എത്രയെന്ന് കാണണം, കെ എത്രയെന്നും കാണണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഉണ്ടല്ലോ, x -3y -11 ഈക്വൽ ടു 0. ഇതിലെ ഒരു പോയിന്റ് ആണ് ഏതൊക്കെ, എച്ചും കെയും. അപ്പൊ നമ്മള് എക്സിനും വൈക്കും പകരം എച്ചിനെയും കെയിനെയും ഇട്ട് കൊടുത്താൽ എന്ത് വരും, h -3k -11 ഈക്വൽ ടു 0. അല്ലെങ്കിൽ h -3k ഈക്വൽ ടു -11 ഇങ്ങോട്ട് പോകുമ്പോൾ +11. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പോ ഇവിടെയും 11 ഉണ്ട്, ഇവിടെയും 11 ഉണ്ട് അല്ലെ. ഈ രണ്ട് ഇക്വേഷനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ RH ആണ്, ഇവിടെയും കൂടി RH എന്ന് കിട്ടിയ ഒരു ഫാക്ടർ നമുക്ക് കട്ട് ചെയ്ത് കെയുടെ വില കണ്ടെത്താൻ പറ്റും. മൾട്ടിപ്ലൈ ഇക്വേഷൻ 4 വിത്ത് 6. അപ്പൊ എന്ത് വരും, മൾട്ടിപ്ലൈ 4 വിത്ത് 6. അപ്പോ 6h -3 × 6 18k ഈക്വൽ ടു ഇതെന്ത് വരും, 66 എന്ന് വരും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി ഈ 5ഉം ഇക്വേഷൻ 3യും ഉണ്ടല്ലോ, 5ൽ നിന്നും ഈ 3നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 5 -3 എന്ത് വരും, ഈ 3 ഇങ്ങോട്ട് എടുത്ത് എഴുതിയാല് 6h -4k ഈക്വൽ ടു 11.
സബ്ട്രാക്ട് ചെയ്യാണ്. ഇത് രണ്ടും ക്യാൻസലായി. -18k -4k 18ഉം 4 കൂടി കൂട്ടുക, മൈനസ് ചിഹ്നം ഇടുക. 22k = 55. അങ്ങനെയാണെങ്കിൽ k എത്രയാവും? 55 ഡിവൈഡഡ് ബൈ -22. രണ്ടിനും നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്താല് ഇവിടെ 5, ഇവിടെ 2. നമുക്ക് മൈനസ് സൈൻ ഇടാം. -5 ഡിവൈഡ് ബൈ 2. ഈ മൈനസ് സൈൻ നമുക്ക് ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലോ എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ കെയുടെ വില നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി ഈ കെയുടെ വില നമുക്ക് ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ഏതാണ്? അതിലിട്ട് കൊടുക്കാം. ഏറ്റവും സിമ്പിളായ ഇക്വേഷൻ നമുക്ക് ഇതാണ്. നാലാമത്തെ ഇക്വേഷനിൽ കെയുടെ വില ഇട്ട് കൊടുത്താൽ നമുക്ക് എച്ചിന്റെ വില കാണാം. പുട്ട് the value of k in equation 4. ഇക്വേഷൻ 4 നമുക്കൊന്ന് എടുത്തെഴുതാം. എന്താ ഇക്വേഷൻ 4? h - 3k = 11 ആണ് ഇക്വേഷൻ 4. ഇതിൽ നമുക്ക് കെയുടെ വില നമുക്ക് കിട്ടിയത് ഇടാണ്. h - 3 ഇൻറ്റു -5 divided by 2 = 11. h -3 ഇൻറ്റു -5 എത്ര? -15 അല്ലെ? -3 ഇൻറ്റു -5, അപ്പോൾ ഇവിടെ +15 ഡിവൈഡഡ് ബൈ 2. സൈന് മാറിയത് നോക്കാം. മൈനസ് ഇൻറ്റു മൈനസ്, -3 ഇൻറ്റു -5 പ്ലസ് i = 11. അങ്ങനെയാണെങ്കിൽ h = 11ന്റെ അടുത്തേക്ക് ഇത് പോയാൽ +15/2 എന്താവും? -15/2. ഇനി ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യുക? h = 11 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 -15/2 എന്താ വരിക? 11 ഇൻറ്റു 2 22 -15 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 22 15 പോയാൽ നമുക്ക് 7/2 ആണ് എച്ചിന്റെ വില. അപ്പൊ എച്ച് കിട്ടി 7/2. ഇതിന്റെ മുമ്പ് നമുക്ക് കെയും കിട്ടി അല്ലെ? കെയുടെ വില എത്രയാണ് നമുക്ക് കിട്ടിയത്? -5/2. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഉണ്ടാക്കാം. പുട്ട് ദ വാല്യൂ ഓഫ് h and k in equation 1. ഇക്വേഷൻ 1 എന്താണ്? 2 - h ഹോൾ സ്ക്വയർ പ്ലസ് 3 - k ഹോൾ സ്ക്വയർ = r² ആണ്. 2 - h സ്ക്വയർ പ്ലസ് 3 - k സ്ക്വയർ = r² എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ എച്ചിന്റെയും കെയുടെയും വില ഇട്ട് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആയി. നമുക്കതിൽ റേഡിയസും കൂടി ഒന്ന് കാണാം. റേഡിയസ് കാണാൻ എന്ത് ചെയ്യാ? 2 - h 7/2 ആണ്. 7/2 ഹോൾ സ്ക്വയർ പ്ലസ് 3 -5/2 അല്ലേ? അപ്പൊ മൈനസ് ഇൻറ്റു -5/2 എന്താണ്? പ്ലസ് വരും. 3 + 5/2 ഹോൾ സ്ക്വയർ വരും. പ്ലസ് വന്നത് എങ്ങനെയാണ്? 3 - k ആണ്. അപ്പൊ 3 - -5/2 ആണ്. അതുകൊണ്ട് 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കി എഴുതി. ഇനി ഇവിടെ ഇതിനെ നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പൊ ഇവിടെയും 2 വരണം. അതിനെന്ത് ചെയ്യുക? 1 × 2 മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 × 2 ഡിവൈഡഡ് ബൈ 2 -7/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെയും അതുപോലെ ഡിനോമിനേറ്ററിൽ 2 വരാൻ 3 എന്ന് പറഞ്ഞാൽ 3/1 എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് ഗുണിച്ചാല് മുകളിലും എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. 3/2. അപ്പൊ 3 × 2 പ്ലസ് 5/2 ഹോൾ സ്ക്വയർ = r². 2 × 2 4 -7. രണ്ടും ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് കോമൺ ആക്കിയിട്ട് എടുക്കാം.
പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെയും സ്ക്വയർ ഉണ്ട്, അത് മറക്കണ്ട. അപ്പോൾ -7 നിന്ന് 4 പോയാൽ -3/2 ഹോൾ സ്ക്വയർ പ്ലസ് 6 5 11/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. -3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ +9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 പ്ലസ് 11ന്റെ സ്ക്വയർ 121 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് 9 പ്ലസ് 121 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. 121 9 കൂടി കൂട്ടിയ 130 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് റേഡിയസ് വരിക. ഇനി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതാൻ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിലെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇതിൽ നമുക്ക് എക്സ് മൈനസ് എച്ചിന് പകരം 7/2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് -5/2 അല്ലേ, അപ്പൊ ഇവിടെ y പ്ലസ് 5/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, അല്ലെങ്കിൽ 130 ഡിവൈഡഡ് ബൈ 4. അതല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഓർ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ.